GST പരിഷ്കരണം നിലവിൽ വന്നതിന് പിന്നാലെ ജനങ്ങൾക്ക് കത്തുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GST പരിഷ്കരണം എല്ലാ വിഭാഗങ്ങൾക്കും ഗുണമാകുമെന്നും നവരാത്രി ആഘോഷവേളയിൽ സന്തോഷിക്കാൻ ഒരു കാരണം കൂടിയെന്നും പ്രധാനമന്ത്രി കത്തിൽ പറയുന്നു. വിനീത വിജയായിരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിനീത, ഇത് വലിയൊരു പ്രചാരണമായി BJP മാറ്റുന്നുണ്ട്. കേന്ദ്ര സർക്കാരും ഈ GST പരിഷ്കരണത്തെ മാറ്റുന്നുണ്ട്. വിമർശനങ്ങൾ ഒരു വശത്തുണ്ട് പല സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും. മുമ്പ് പിരിച്ച ഉയർന്ന GST നിരക്കിന്റെ എന്തെങ്കിലും ഒരു അംശം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകുമോ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് തിരികെ നൽകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും വലിയ ആശ്വാസം വിപണിയിലുണ്ട്. കാര്യമായി കച്ചവടം കൂടുമെന്ന പ്രതീക്ഷയുമുണ്ട്. തീർച്ചയായും ഗൂഗിൾ അത് വിപണിയിൽ മാത്രമല്ല മധ്യവർഗ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ ഒരു ആശ്വാസം തന്നെയാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ഈ ഇളവ് വന്നിരിക്കുന്നത് കുടുംബ ബജറ്റിനടക്കം വലിയ രീതിയിൽ അത് ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ സഹായിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആ പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കത്ത് എന്ന രീതിയിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഈ GST പരിഷ്കരണം എല്ലാ വിഭാഗത്തിനും ഗുണം ചെയ്യുമെന്നാണ് ജനങ്ങൾക്കുള്ള കത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം നവരാത്രി ആഘോഷവേളയിൽ സന്തോഷിക്കാൻ ഇതാ ഒരു കാരണം കൂടിയെന്നും അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സമ്പാദ്യം ഈ ഇളവുകൾ കൊണ്ടുവന്നത് കാരണം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾ അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കണമെന്നും നമ്മൾ സമാനമായി നൽകുമ്പോൾ അത് സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മൾ നൽകണമെന്നൊക്കെ അദ്ദേഹം ആ സ്വദേശി ഉൽപ്പന്നത്തിന് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ഇത് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ നിർമ്മിത സാധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഇന്ത്യൻ നിർമ്മിത സാധനങ്ങളാണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. 2047 ആകുമ്പോഴേക്കും വീക്ഷിത് ഭാരത് എന്ന ലക്ഷ്യം അത് കൈവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, ഏതായാലും അവശ്യ സാധനങ്ങളുടെയും മരുന്നുകളുടെ അടക്കം വില കുറയുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമാണ്. പ്രധാനമന്ത്രി ജനങ്ങളുള്ള സന്ദേശത്തെ അത് ഉറപ്പാക്കണം, ഈ വിലക്കുറവ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന സന്ദേശം കൂടിയാണ് പങ്കുവെക്കുന്നത്. വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.